വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുള്ളംകൊല്ലി പഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെ അവസാന പ്രതികരണം പുറത്ത്. തങ്കച്ചന്റെ വീട്ടിൽ തോട്ടയും മദ്യവും വച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിന് കൈമാറിയത് താനാണെന്നും എന്നാൽ പ്രാഥമിക അന്വേഷണം നടത്താതെയാണ് തങ്കച്ചനെ അറസ്റ്റ് ചെയ്തതെന്നും ജോസ് നെല്ലേടം പറയുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന തെറ്റായ പ്രചാരണം തന്റെ ചോരയ്ക്ക് വേണ്ടിയാണെന്നും വ്യക്തിഹത്യ സഹിക്കാനാകുന്നില്ലെന്നും പ്രാദേശിക ലേഖകന് നൽകിയ പ്രതികരണത്തിൽ ഉണ്ട്. ജോസിനെ തകർക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും ഇതിനു പിന്നിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളാണെന്നും കുടുംബം ആരോപിച്ചു. ജോസ് നെല്ലേടത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 നടക്കും. ജോസിന്റെ വീട്ടിൽ നിന്ന് പോലീസ് ഇന്നലെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി ലെനിറ്റ് വർഗീസ് ചേരുകയാണ്. ലെനിറ്റ്, കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിന്റെ പേരിൽ ഒരു മരണം ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് അവസാന നിമിഷം ജോസ് സംസാരിക്കുന്നത് കൂടി വെളിവാകുകയാണ്. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നത് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായും രജീഷ് പറഞ്ഞ പോലെ ഈ മരണത്തിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തന്നെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലാണ്. എന്നിരുന്നാലും കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ജോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തന്റെ ഇത്തരത്തിൽ രക്തത്തിന് വേണ്ടിയുള്ള ശ്രമം ഈ കുപ്രചരണങ്ങളൊക്കെ തന്നെ നടത്തി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്കച്ചന്റെ വ്യാജ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് നേരെ ആദ്യം ആരോപണങ്ങൾ ഉണ്ടായിരുന്നത്. ND അപ്പച്ചൻ അടക്കമുള്ള 6 നേതാക്കളുടെ കോൺഗ്രസ് നേതാക്കളുടെ പേര് പറഞ്ഞതിൽ ഈ ഒരു ജോസ് നെല്ലേടവും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്നലെയാണ് ഇത്തരത്തിൽ വീടിനടുത്തുള്ള കുളത്തിനടുത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ND അപ്പച്ചൻ അല്പനേരം മുൻപ് അദ്ദേഹത്തിന്റെ മൃതദേഹം വന്ന് കാണുകയും അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. ഗ്രൂപ്പ് പോരലായതിന് ഇതുമായി ബന്ധമില്ല എന്നും ഇതിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മുള്ളംകൊല്ലിയിൽ കഴിഞ്ഞിടയ്ക്കുണ്ടായ ഒരു സെമിനാറിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതാണ് ഈ സംഭവത്തിനൊക്കെ തുടക്കമെന്നും അദ്ദേഹം പറയുന്നു. അതിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ട് എന്നും അത് പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നും നേതൃത്വത്തോട് വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് പോര് ഇല്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. എന്നിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യക്കുറിപ്പ് ഇന്നലെ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതാക്കളുടെ പേരുണ്ട് എന്ന ആരോപണം ഉയർന്നതോടെ സ്വന്തം പാർട്ടി പ്രവർത്തകരാണ്, അവിടെ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ എന്തായാലും വ്യക്തത വരണം എന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടെടുക്കുന്നുണ്ടോ? നിലവിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ദുഃഖം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആത്മഹത്യക്കുറിപ്പ് പുറത്തുവിടണമെന്ന ആവശ്യം മാത്രമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ കോൺഗ്രസ് നേതാക്കൾക്കും അവരുടെ പേരുകളും ഈ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. കോൺഗ്രസിനെതിരെയും അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് ഇത്തരത്തിലൊരു നിലപാട് DCCയുടെ ഭാഗത്തു നിന്നും എടുത്തിരിക്കുന്നത്. ആത്മഹത്യക്കുറിപ്പിലെ പരാമർശവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ പാർട്ടി കൂടെ നിന്നില്ല എന്നാണ് ജോസ് നെല്ലേടം ആത്മഹത്യക്കുറിപ്പിലും പറഞ്ഞത്.